ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസുണ്ട്. അപ്പോൾ പുതുമണിയൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചാളായിട്ട് ബസ്സിനായിട്ട് ഇൻഡോനേഷ്യയിലെ വീഡിയോസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മെസ്സേജസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷൻ മൊത്തം ഇതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു. പിന്നെ എവിടെ നോക്കിയാൽ എൻ്റെ നമ്പർ തപ്പെടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു. പിന്നെ അതേപോലെ തന്നെ മെയിലടക്കൻ്റെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ മെസ്സേജുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിനായിട്ട് ഇൻഡോനേഷ്യയിൽ ഒരുവിധം എല്ലാ വീഡിയോസും കംപ്ലീറ്റ് ആയി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് നിർത്തിയത്. അതായത് ഒരുവിധം ചെയ്യാൻ പറ്റുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ KBRൻ്റെ ഒരു ലേറ്റസ്റ്റ് കേരള ട്രാഫിക് മോഡ് വന്നിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ച് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ചെയ്യാണെങ്കിൽ മുന്നേ ചാനൽ ആദ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അതിന് നോട്ടിഫിക്കേഷൻ വിളിയാം. അങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഗൂഗിളല്ല നമ്മുടെ വെബ് ബ്രൗസർ എടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്രോമാണ് എടുത്തേക്കുന്നത്. ക്രോം എടുത്തതിന് ശേഷം KBR കമ്മ്യൂണിറ്റിന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് തന്നെ ഒരു സംഭവം ടീം KBR കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ വെബ്സൈറ്റ് ആയിരിക്കും ലോഡായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ലോഡാവുണ്ട് അങ്ങനെ ആഡൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയുക. അപ്പോൾ ഇതേപോലെ വെബ്സൈറ്റ് ലോഡായിട്ട് വരും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മുടെ തമിഴ്നാട് ട്രാഫിക് എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കേരളയാണ്. അങ്ങനെ മോളിക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ കേരള ട്രാഫിക് V9 ബസ് ID വേർഷൻ 4.3.4 മോഡ് APK + OBB എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു പേജ് ലോഡായിട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ മോളിക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ കാണാം. ഒരു 3-4 ലിങ്കുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ ഓരോ ബസ്സിൻ്റെ ടൈപ്പ് അനുസരിച്ചാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് ഉള്ള തന്നെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. APK + OBB ജെറ്റ് ബസ് സെഡോൺ വേരിയൻറ്റ് + ഫുൾ മോഡ് ട്രാഫിക്. അപ്പോൾ അത് ജസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു പേജിലെത്തും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മോളിക്ക് സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം ഇവിടെ എങ്ങനെയാണ് സംഭവങ്ങളെന്നൊക്കെ എഴുതിയിട്ട് ആദ്യം മോഡ് APK OBB ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇവിടെ ഇൻസ്റ്റാൾ മാപ്പ് APK ഉണ്ട്. പിന്നെ ലിങ്ക് മാപ്പ് ഇൻസ്റ്റാൾ അതുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ രണ്ടാമത്തെ സംഭവം മാപ്പുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ സംഭവം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റത്തെ ഈ ഒരു APK ആണ് ഞാൻ ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. ലിങ്ക് APK എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടാമത്തെ ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഷെയർ മോഡ്സിൻ്റെ പേജ് എത്തും. അപ്പോൾ ഇവിടെ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുമ്പോൾ ഇതേപോലെ പേജ് എത്തും. അപ്പോൾ ഡൗൺലോഡ് കൊടുക്കുക. ഏകദേശം 338 MB ആണ് സൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡായി സ്റ്റാർട്ട് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്ക് എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ബാക്ക് എടുത്തതിന് ശേഷം ഈ ഒരു പേജിൽ ഒന്നുകൂടി വരാം. നമുക്ക് OBB ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇതിവിടെ ലിങ്ക് OBB എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് GP ലിങ്ക്സിൻ്റെ പേജിലാണ് എത്തുക. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും നമ്മുടെ ഫയലിൽ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ലോഡായിട്ട് വരും ആദ്യം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്താം. ഇവിടെ മുകളിലൊരു 10-15 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ മതി. ഇങ്ങനെ ടൈം അത് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം വെരിഫൈ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഒരു കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കാണാൻ പറ്റും ഏറ്റവും അടിയിലായിട്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂ ബട്ടൺ. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആഡൊക്കെ വരുമ്പോൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം ഈ ഒരു പേജ്. അതിനുശേഷം ഇവിടെ അടിയിൽ കണ്ടിന്യൂ ഉണ്ടാകാൻ മൊത്തം ഇതേപോലെ 3 പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മൾ ഫൈനൽ പേജിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 15 സെക്കൻഡ് കൂടി വെയിറ്റ് ചെയ്താൽ നമുക്ക് ഒറിജിനൽ നമ്മുടെ ഫയലിലേക്കുള്ള പേജിലേക്ക് എത്താൻ പറ്റും. ഡൗൺലോഡ് ചെയ്യാനുള്ള പേജിലേക്ക് എത്തും. ആക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ GP ലിങ്ക്സിന് ഒറിജിനൽ പേജ് എത്തി. അപ്പോൾ ഇവിടെ ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ 3 സെക്കൻഡ് വെയിറ്റിംഗ് കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ഗെറ്റ് ലിങ്ക് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷെയർ മോഡ്സിൻ്റെ പേജിലെത്തും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാഫിക് മോഡിൻ്റെ ഫയൽ. അപ്പോൾ ഇവിടെ ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷെയർ മോഡ്സിൻ്റെ ഡൗൺലോഡ് പേജിലേക്ക് നമ്മളെത്തും. നമ്മുടെ ഡൗൺലോഡ് പേജ് എത്തിയിട്ട് അപ്പോൾ ഇവിടെ ഡൗൺലോഡ് കൊടുത്താൽ നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡായി സ്റ്റാർട്ടാവും. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടായതിൻ്റെ ഡൗൺലോഡിങ്. അപ്പോൾ ഈ 2 ഫയലും ഡൗൺലോഡ് ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 2 ഫയൽ ഇവിടെ ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. മോഡ് ഫയലും അതേപോലെ തന്നെ നമ്മുടെ OBB ഫയലും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം നമുക്ക് OBB കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് APK ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. എക്സ്ട്രാക്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റോറേജിൽ ഞാൻ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് അലാംസിൽ എക്സ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ എക്സ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് ശേഷം APK ഫയൽ കിട്ടും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ APK ഫയൽ ഉണ്ടാവും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളുടെ ഒറിജിനൽ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഉണ്ടെങ്കിൽ അതാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ അതേപോലെ നമ്മുടെ ഫയൽ ഇവിടെ ഇൻസ്റ്റാളിങ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ APK ഫയൽ ഇൻസ്റ്റാൾ ആയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ മെലിയോ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഈ വൈറ്റ് സ്ക്രീനായിട്ട് ഇങ്ങനെ നിൽക്കത്തുള്ളൂ, കാരണം നമ്മുടെ ഈ ഒരു OBB ഫയൽ നമ്മൾ ഇതുവരെ പേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് OBB ഫയൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് OBB ഫയലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്റ്റ് കൊടുക്കുക. ഇൻ്റർണൽ സ്റ്റോറേജിൽ എവിടെയെങ്കിലും എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആൻഡ്രോയിഡിൽ എക്സ്ട്രാക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഒരു OBB ഫയൽ നമുക്ക് നമ്മുടെ ഇതിൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആൻഡ്രോയിഡ് എടുക്കുകയാണ്. ഇവിടെയാണ് നമ്മളിപ്പോൾ OBB എക്സ്ട്രാക്റ്റ് ചെയ്തിട്ടത്. അപ്പോൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ OBB ഫയൽ ഇതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അമർത്തി പിടിക്കുക, കോപ്പി കൊടുക്കുക, നമ്മുടെ ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക, ആൻഡ്രോയിഡ് എടുക്കുക, OBB എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബസ് ID ഫയൽ കാണാൻ പറ്റും. അപ്പോൾ അതെടുക്കുക, അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ പേസ്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗെയിം ഓപ്പൺ ആയിട്ട് നമ്മുടെ നേരത്തെ വൈറ്റ് സ്ക്രീനായിട്ട് നിൽക്കലായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഗെയിം ഇപ്പോൾ ലോഡായിട്ട് വരും. അപ്പോൾ ഇവിടെ ലോഡിങ് സ്റ്റാർട്ട് ആയിട്ട്. അപ്പോൾ നമ്മുടെ OBB പേസ്റ്റ് ചെയ്തൊക്കെ കറക്റ്റ് സെറ്റ് ആയിട്ട്. അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീൻ വരില്ല, നേരത്തെ പോലെ തന്നെ വൈറ്റ് സ്ക്രീനായിട്ട് നിന്നേനെ. അപ്പോൾ നമ്മുടെ ഗെയിം ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആഡൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാരേജിൻ്റെ ലുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള വണ്ടി. അപ്പോൾ നമുക്ക് ട്രാഫിക്കൊക്കെ ഒന്ന് നോക്കാം. ജസ്റ്റ് ഫ്രീ മോഡ് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം. അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ട്രാഫിക് വണ്ടികളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇൻറ്റീരിയർ വരുന്നത് ഈ ഒരു ലുക്കിലാണ്. അത്യാവശ്യം നമ്മൾ കണ്ടുപരിച്ചുള്ള പോലത്തെ ഇൻറ്റീരിയർ തന്നെയാണ് നമ്മുടെ ഈ KBRൻ്റെ ആണിത് ഈ ഒരു വണ്ടിയിൽ പറയുന്നത്, ട്രാഫിക് മോഡ്. അപ്പോൾ ഇതാണ് ലൈറ്റിങ് വരുന്നത്. ലൈറ്റിങ് അത്യാവശ്യം അടിപൊളിയാണ്. അപ്പോൾ അതേ കേരള ട്രാഫിക്കിൻ്റെ വണ്ടികളൊക്കെ അതേ പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് വണ്ണസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ണസിനൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ വണ്ണസ് ആ വഴി പോയി എന്ന് തോന്നുന്നു. എന്തായാലും ജസ്റ്റ് ഒന്ന് കിട്ടുമോ നോക്കി നോക്കാം. നമുക്ക് ജസ്റ്റ് ഇതേ അപ്പുറത്തുനിന്ന് KSRTC വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രത്തോളമാണ് സംഭവം നമ്മുടെ ഗെയിം വരുന്നത്. നല്ല ലോറികൾ, വണ്ണസിൻ്റെ ബസ്, പ്രൈവറ്റ് ബസ്സുകൾ ഇതേ അവിടെ. അയ്യോ, നമ്മൾ വർത്താനം പറഞ്ഞ് സൈഡ് അടിച്ച് പൊളിച്ച്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് കയറ്റിയെടുക്കാം. ഇതേ വണ്ണസിൻ്റെ ബസ് ഇപ്പുറത്തുനിന്ന് പറഞ്ഞ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ ഉണ്ട്. വണ്ണസിൻ്റെ KSRTC ഉണ്ട്, പ്രൈവറ്റ് ബസ് ഉണ്ട്, പിന്നെ കാറുകൾ, ബസ്സുകൾ, ടെമ്പോ ട്രാവലറുകൾ, നമ്മുടെ ഒരുവിധം കേരള ട്രാഫിക്കിലെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത്രത്തോളം ഉണ്ടായല്ലോ.